നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു. തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ പൊതുദർശനം. ഖബറടക്കം 11-ന്. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. 3-അംഗ ഗുണ്ടാസംഘം പിടിയിൽ. ഗുണ്ടകൾക്കെതിരെയുള്ള നടപടി കർശനമാക്കി പോലീസ്. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകൾ മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന് ശ്രീധരൻപിള്ള. 2000-ഓളം കഞ്ചാവ് മിഠായികളും 10 കിലോ കഞ്ചാവുമായി 2 UP സ്വദേശികൾ ചേർത്തലയിൽ എക്സൈസിന്റെ പിടിയിൽ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘം എത്തിയതെന്ന സൂചന. സമൂഹത്തിന്റെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. തിങ്കളാഴ്ച പകൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ കൂടി. കൂടുതൽ മഴയും കടലിലാണ് പെയ്തു തീർന്നത്. രാത്രി കുറച്ച് കരയിൽ കയറി പെയ്ത് പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ടായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരമാണെങ്കിൽ ഞായറാഴ്ച കോഴിക്കോട് നഗരത്തിലും വെള്ളക്കെട്ടുണ്ടായി. ഞായറാഴ്ച ധാരാളം മേഘങ്ങൾ അറബിക്കടലിൽ ഉണ്ടായിരുന്നു. പക്ഷേ കിഴക്കൻ കാറ്റ് ശക്തമായതിനാലാണ് കരയിൽ പെയ്യാതെ പോയത്. ഈ മഴ അത്രയും കരയിൽ പെയ്തിരുന്നെങ്കിൽ സ്ഥിതി വഷളായേനെ. എന്നാൽ തിങ്കളാഴ്ച കിഴക്കൻ കാറ്റ് ദുർബലമാവുകയും കൂടുതൽ മേഘങ്ങൾ കരയിൽ കയറി പെയ്യുകയും ചെയ്തു. ഈ മഴയിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ദിവസങ്ങൾക്ക് മുമ്പ് അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. ബംഗാൾ കടലിൽ അടുത്ത ദിവസം ന്യൂനമർദ്ദം ഉണ്ടാകാനും ഒരുപക്ഷെ ചുഴലിക്കാറ്റാകാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 27-ന് ശേഷം ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് ശമനമുണ്ടാകും. തുടർന്ന് കാലവർഷത്തിന്റെ സ്വഭാവത്തിലുള്ള മഴയായിരിക്കും ലഭിക്കുക. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ തീവ്രമായ മഴ പ്രതീക്ഷിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ ജാഗ്രത തുടരുക. കടലിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ഈ മാസം 28-ന് ശേഷം കാലവർഷത്തിന്റെ സ്വഭാവത്തിലുള്ള മഴയെത്തുന്നതാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ പൊതുദർശനം. 11 മണിക്കാണ് സംസ്കാര ചടങ്ങ്. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത KP യോഹന്നാന്റെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്ന് സഭാ ആസ്ഥാനത്ത് എത്തിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിച്ചത്. അമേരിക്കയിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ 3:30-നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഭൗതിക ശരീരം എത്തിച്ചത്. 12 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചു. 100-ഓളം വാഹനങ്ങളുടെ അകമ്പടിയിൽ വൈകുന്നേരം 6:30-ഓടെ ദേശീയപാത വഴി യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ ജന്മനാടായ നിരണത്തേക്ക് കൊണ്ടുപോയി. ഹരിപ്പാട് നഗരസഭയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വിശ്വാസികൾ കാത്തുനിന്നിരുന്നു. നിരണത്ത് സെയിന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിൽ 1 മണിക്കൂറോളം പൊതുദർശനവും ഉണ്ടായി. അവിടെ നിന്ന് തിരുവല്ലയിലേക്ക് വിലാപയാത്ര നീങ്ങി. നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപവും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. തിരുവല്ലയിൽ KSRTC കോർണറിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9-ന് സഭാ ആസ്ഥാനത്തെ കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം ആരംഭിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9 വരെയാണ് പൊതുദർശനം. തുടർന്ന് ഖബറടക്കത്തിന്റെ അവസാനഘട്ട ശുശ്രൂഷകൾ നടക്കും. 11 മണിക്ക് സെയിന്റ് തോമസ് ബിലീവേഴ്സ് കത്തീഡ്രലിൽ പ്രത്യേക സ്ഥലത്ത് ഖബറടക്കം നടത്തും. മെയ് 7-ന് ഡാലസിലെ വിൽസ് പോയിന്റിൽ പ്രഭാത സവാരിക്കിടെ പിന്നിൽ നിന്ന് വന്ന കാറിടിച്ചാണ് യോഹന്നാൻ മെത്രാപ്പൊലീത്തയ്ക്ക് അപകടം പറ്റിയത്. ചികിത്സയിലായിരിക്കെ മെയ് 8-ന് അന്തരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിദ്യാഭ്യാസം പ്രായോഗിക ജീവിതത്തിൽ അടിസ്ഥാനമാക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ച് നീക്കിയതിൽ വിദ്യാഭ്യാസം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും സജി ചെറിയാൻ തലവടി പറഞ്ഞു. ജാതി പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടുള്ളതാണ്. ഓരോ മനുഷ്യന്റെ ജാതിയുടെ അഭിമാനം പറഞ്ഞ് ആവേശം കൊള്ളുന്ന പല ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹമായി കേരളം ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ജാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ജാതിക്കും ഇന്ന് വലിയ മഹത്വമാണ്, മറ്റേ ജാതിക്ക് വലിയ മഹത്വമൊന്നുമില്ല.
ബ്രാഹ്മണന്മാർ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും മഹത്വം പക്ഷേ ഇല്ലായിരുന്നു. ബ്രാഹ്മൺസിന് മാത്രമാണ് മഹത്വം. എല്ലാത്തിന്റെയും അധിപന്മാരായ ജാതി മേധാവികളായ ആ ബ്രാഹ്മണ സമൂഹം കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കീഴ്ജാതികളാണ്. ഇന്നിപ്പോ കീഴ്ജാതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇന്നെല്ലാം മേൽജാതികളാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് ഭൂരിപക്ഷത്തിന് പഠിക്കാൻ വിദ്യാഭ്യാസം നേടാൻ അവസരം നിഷേധിക്കപ്പെട്ട ഒരു കാലമായിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കാലം മാത്രമല്ല, ഒരു 100 വർഷം 150 സഞ്ചാര സ്വാതന്ത്ര്യത്തെ വൈദ്യ സത്യാഗ്രഹം നടത്തിയത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ 100 വർഷമായത് എന്ന് വെച്ചാൽ പട്ടിക്കും പൂട്ടിക്കും നടത്താവുന്ന റോഡിൽ പാവപ്പെട്ട മനുഷ്യൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കടുത്ത ജാതി വ്യവസ്ഥ. ഇത് തലമുറപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ സാധ്യത ചരിത്രം പൂർവ്വമായിട്ട് മനസ്സിലാക്കും. 151 വർഷം മുമ്പ് എന്തായിരുന്നു തലമുടിയിലെ സ്ഥിതി അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതി നോക്കാം. കടുത്ത ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് മിഷണറിമാർ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിലേക്ക് ധൈര്യപൂർവ്വം ഈ സമൂഹത്തിലെ എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നതാണ് കേരളത്തിലുണ്ടാക്കിയ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ മാറ്റം. മുൻകാലങ്ങളിൽ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ലഭ്യമല്ലായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടച്ചു നീക്കിയതിൽ വിദ്യാഭ്യാസത്തിന് മുഖ്യ പങ്കുണ്ട്. വിദ്യാഭ്യാസം പ്രായോഗിക ജീവിതത്തിന് മാതൃകയാക്കിയാലേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഫാദർ മാത്യു ജിലോ നൈനാൻ അധ്യക്ഷനായി. തോമസ് കെ തോമസ് MLA ഗുരുവന്ദനവും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മുൻ ജനറൽ പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ റവറൻഡ് ഡോക്ടർ KC ജോൺ മുഖ്യപ്രഭാഷണവും നടത്തി. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. തലവടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബിനു ഐസക് രാജു സുവനീർ ലോഗോ പ്രകാശനം ചെയ്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഈപ്പൻ, അജിത് പിഷാരത്ത്, എടത്വ പഞ്ചായത്ത് അംഗം ബെറ്റി ജോസഫ്, തലവടി പഞ്ചായത്ത് അംഗം NB രാജൻ, പ്രധാനാധ്യാപകൻ റെജിൽ സാം മാത്യു, ഫാദർ മാത്യു ജോർജ്, റോബി തോമസ്, AB മാത്യു, ഡോക്ടർ ജോൺസൺ B ഇടിക്കുള, ജേക്കബ് ചെറിയാൻ, സജി എബ്രഹാം, ജിബി ഈപ്പൻ, PP സുജീന്ദ്ര ബാബു, MK സജി മാത്യു, പ്രദീപ് ജോസഫ്, ആനി അനിൽ വർക്കി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 1841 സ്ഥാപിതമായ പള്ളിക്കൂടം 1983 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടത്. അതിനുശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. തുടർ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമം. 3 അംഗ ഗുണ്ടാ സംഘം പോലീസ് പിടിയിലായി. ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയുള്ള നടപടി കർശനമാക്കി പോലീസ്. സംസാരിക്കാൻ പോലും അവൻ വന്നിട്ടില്ല. സ്റ്റൈൽ നിനക്കെന്ന് അറിയോ? നിനക്ക് നീ രംഗണ്ണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നിനക്ക് രംഗണ്ണ സ്റ്റൈൽ നിനക്കെന്ന് അറിയോ? അവൻ നിന്റെ കിടക്കാൻ സംസാരിക്കാൻ പോലും സ്റ്റൈൽ നിനക്കെന്ന് അറിയടാ. നിനക്ക് ഇനി മേലെ യുവാവിനെ ആക്രമിച്ച കൃഷ്ണപുരം സ്വദേശികളായ അമൽ ചിന്തു, അഭിമന്യു, അനൂപ് ശങ്കർ എന്നിവരാണ് പിടിയിലായത്. റെയിൽവേ ക്രോസിലിട്ടാണ് വെട്ടിക്കൊല്ലാൻ ശ്രമം നടത്തിയത്. അരുൺ പ്രസാദ് എന്ന യുവാവിനെയാണ് 4 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. വെള്ളിയാഴ്ച നടന്ന സംഭവങ്ങളാണ് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിലേക്ക് കലാശിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ഒരു സംഘം പോലീസ് സിവിൽ ഡ്രസ്സിൽ കായംകുളത്തെ ഹോട്ടലിൽ ചായ കുടിക്കുകയായിരുന്നു. ഇതിനിടെ ഹോട്ടലിന് പുറത്തൊരു യുവാവ് സിഗരറ്റ് വലിച്ചത് പോലീസുകാർ ചോദ്യം ചെയ്തു. പോലീസുകാരാണെന്ന് മനസ്സിലാക്കാതെ യുവാവും സുഹൃത്തുക്കളും പോലീസുകാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിലൊരാളെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഗുണ്ടാ സംഘർഷത്തിനിടെ ഗുണ്ടാ നേതാവിന്റെ ഫോൺ നഷ്ടപ്പെട്ടു. ഈ ഫോൺ പോലീസിൽ ഏൽപ്പിച്ചത് മർദ്ദനമേറ്റ അരുൺ പ്രസാദ് ആയിരുന്നു. ഈ വൈരാഗ്യത്താലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ മർദ്ദിക്കുന്നത് ഗുണ്ടകൾ തന്നെ മൊബൈലിൽ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ടൈം ന്യൂസ്, കായംകുളം. ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി പൂർവ്വകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരെ സഹായിക്കാൻ സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രസ് ക്ലബിനുള്ളൊരു പ്രത്യേകത സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് വ്യത്യസ്തമായ
സമരാങ്കണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെയൊക്കെ കാഴ്ചക്കാരും പങ്കാളികളും ഒക്കെയായി പോയൊരു മഹത്തായ ചരിത്രമുള്ള ഒരു പ്രസ് ക്ലബ്ബാണ്. ഇപ്പോൾ തിരുവനന്തപുരവും കോഴിക്കോടും ഒന്നും അങ്ങനെ ഡയറക്റ്റ്ലി വലിയ സിറ്റികളിലെ പ്രസ് ക്ലബ്ബുകൾക്ക് അതുണ്ടായി. ഗവൺമെൻറ് തലത്തിലായാലും പത്രങ്ങളെയും പത്രപ്രവർത്തകരെയും സഹായിക്കുന്ന സാമ്പത്തികമായ സഹായം കൂടി നൽകാവുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആളുകൾ വളർന്നു വന്നിട്ടുള്ളത്. അത്തരം ചാലുകളെല്ലാം ഇല്ലാതാക്കാതെ ഒരു സമൂഹം മുന്നോട്ട് പോകണം. അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിന് നിമിത്തമായി തീരേണ്ട ആളുകളാണ് മാധ്യമപ്രവർത്തകർ. ഇതൊരു തപസ്യയാണ്. സഹജീവി സ്നേഹം കൂടുതലുള്ള മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ അനിവാര്യമാണ്. പഴയകാല മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കുന്ന സർവ്വജ്ഞാനകോശങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് തിരക്ക് വർദ്ധിക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കുവാൻ സമയം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് സജിത്ത് അധ്യക്ഷനായി. സുവർണ ജൂബിലി സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം ആരിഫ് എം പി പൂർവ്വകാല നേതാക്കളെ ആദരിച്ചു. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള ജില്ലാ സെക്രട്ടറി എ ഷൗക്കത്ത്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി രാജൻ ബാബു പാതിരപ്പള്ളി, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗം എം ഷംസുദ്ദീൻ, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് പുന്നപ്ര നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ശ്രീനാരായണ കോളേജുകളുടെ ഇന്റർ സോൺ ക്രിക്കറ്റ് മത്സരം ചേർത്തല SN കോളേജിൽ നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് ഒരു കായിക രംഗത്ത് ഇങ്ങനെ ഒരു മത്സരം നടത്താനും അതിൽ പ്രതികളെ കണ്ടെത്താനും ഉള്ളൊരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ വിപുലമായും ഭംഗിയായും നടത്താനും നിങ്ങൾക്കെല്ലാം മാനസികമായൊരു ഉല്ലാസവും പണ്ട് പഠിച്ചത് ഇനിയൊന്ന് ആവർത്തിച്ച് അതിൽ നിങ്ങൾ വളരെയും ജയിപ്പിക്കാൻ നടന്നുവെങ്കിൽ സ്വയം ജയം നേടാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരമാണ് ഇപ്പോൾ. കാരണം നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് അവരെ ജയിപ്പിച്ചുവെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ മത്സരിച്ച് നിങ്ങൾ സ്വയം ജയിക്കാനുള്ള ഒരു സംരംഭമായി ഇന്ന് നടക്കുകയും ഇവിടെ വച്ച് അതിൻ്റെ അവസാനമായ ഫൈനൽ നടക്കുന്നു. വിജയികളായ എല്ലാവർക്കും ആശംസ നേരുകയും ഇനിയും തുടർന്നും നല്ല ഭംഗിയായി ഉണർവോടുകൂടി തുടർന്നും ഈ പ്രവർത്തനങ്ങളിലേക്ക് കായിക രംഗത്ത് കൂടുതൽ പ്രതിഭകളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾക്കെല്ലാം സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. SN വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കിടയിൽ നിന്നും കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം പരിപാടികൾ സഹായകരമാകുമെന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. SN കോളേജ് ഷൊർണൂർ വിന്നർ ട്രോഫി കരസ്ഥമാക്കി. SN കോളേജ് ചേർത്തല പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു, ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന കോർഡിനേറ്റർ PV രജിമോൻ, സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ S വിഷ്ണു, സെക്രട്ടറി ഡോക്ടർ സുമേഷ് RV, ട്രഷറർ തങ്കം T, SCRC കൊല്ലം ചെയർപേഴ്സൺ ഡോക്ടർ ഷീബ, സംസ്ഥാന കമ്മിറ്റി അംഗം സുദീപ് P ദാസ്, വിഷ്ണുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയ്ക്കടുത്ത പള്ളിപ്പുറത്ത് നടുറോഡിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിച്ച അമ്പിളിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംസ്കാര ചടങ്ങ് നടന്നത്. ചേർത്തല പള്ളിപ്പുറത്ത് നടുറോഡിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിച്ച അമ്പിളിക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പള്ളിപ്പുറം പള്ളിച്ചന്ത ജംഗ്ഷന് തെക്കുവശത്ത് ശനിയാഴ്ച വൈകിട്ട് 6:30 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. പള്ളിപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡിൽ കേളമംഗലം വല്യവെളി രാജേഷിൻ്റെ ഭാര്യ 42 വയസ്സുള്ള അമ്പിളിയാണ് ഭർത്താവിൻ്റെ കുത്തേറ്റ് നടുറോഡിൽ കൊല്ലപ്പെട്ടത്. പള്ളിപ്പുറം 17-ാം വാർഡിൽ അമ്പിളിയുടെ സ്വന്തം വീടായ ചെത്തിക്കാട്ട് വീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. CPM അംഗം കൂടിയായ അമ്പിളിയുടെ മൃതദേഹത്തിൽ ജില്ലാ സെക്രട്ടറി R നാസർ, ഏരിയ സെക്രട്ടറി B വിനോദ് തുടങ്ങിയവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു.
വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അമ്പിളിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ടൈം ന്യൂസ് ചേർത്തല. മറ്റൊരു വാർത്തയിലേക്ക്. 11-ാം മൈലിന് കിഴക്ക് ഭജനമഠത്തിനടുത്തുള്ള ഗ്യാസ് ഗോഡൌണിലെത്തിയ ലോറിയാണ് നാട്ടുകാർ തടഞ്ഞത്. വേസ്റ്റ് മണലും മാലിന്യവുമാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ലോറി തടഞ്ഞതിനെ തുടർന്ന് മാരാർകുളം പോലീസെത്തി ലോറി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മദ് ചാരമംഗലം സംസ്കൃത ഹൈസ്കൂളിലെ ഗുരുവന്ദനം പരിപാടി ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഗുരുവന്ദനം 2024 എന്ന പേരിൽ പരിപാടി ഒരുക്കിയത്. ചാരമംഗലം സംസ്കൃത ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം 2024 ശ്രദ്ധേയമായി. അറിവിൻ്റെ ലോകത്തേക്ക് ആനയിച്ച ഗുരുശ്രേഷ്ഠർക്ക് ആദരവ് അർപ്പിക്കാൻ ഒത്തുകൂടിയത് നിരവധി പേരാണ്. വിവാഹിതരായി വിദൂര സ്ഥലങ്ങളിൽ പോയവരും തൊഴിൽപരമായി അന്യദേശത്ത് തങ്ങുന്നവരുമെല്ലാം ഗുരുവന്ദനത്തിൻ്റെ പുണ്യം തേടി കലാലയത്തിൽ എത്തിയിരുന്നു. അധ്യാപകരായ ചിദംബരൻ, വിദ്യാസാഗർ, പീറ്റർ, ഹേമലത, ഗോപിനാഥൻ, സരോജിനി, സരസമ്മ, ഓമനക്കുട്ടി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജയചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റിട്ടയർഡ് പ്രഥമാധ്യാപകൻ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. പരസ്പരം കാണാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും ഇത്തരം സംഗമങ്ങൾ ഏറെ പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലൈജു, ജിസൺ, രാജേന്ദ്രപ്രസാദ്, ചിത്രാമ്മ, പ്രേമലത, ലാലി ജി മേനോൻ, വിജയൻ, വേണുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. കോസ്റ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കമ്മ്യൂണിറ്റി ഹാൾ നവീകരണത്തിന് ഉദ്ഘാടനം നടന്നു. പഠനോപകരണ വിതരണവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ച് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി സെൻ്ററാക്കി മാറ്റുന്നതിന് റോട്ടറി ക്ലബ്ബ് ചിക്കാഗോയുടെ സംഭാവന കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. കുട്ടികളുടെ വ്യക്തിത്വ വികാസം മുൻനിർത്തി നടന്ന 2 ദിവസത്തെ വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഇതോടൊപ്പം പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അർത്തുങ്കലിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ അധ്യക്ഷനായി. ചിക്കാഗോ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സിറിയക് ലൂക്കോസ്, അർച്ചന വിമൻസ് സെൻറ്റർ ഡയറക്ടർ ത്രേസ്യാമ്മ മാത്യുവിന് ചെക്ക് കൈമാറിയായിരുന്നു ഉദ്ഘാടനം. ത്രേസ്യാമ്മ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത 36 കുട്ടികൾക്ക് സോഫി ലൂക്കോസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സോജി മാത്യു, നവീൻ ജി, നാദമണി, പോൾസൺ കൊട്ടാരത്തിൽ, ഷൈനി ജോഷി, രാജു ആശ്രയം, ഹൻസ ആൻ്റണി, വിനീത ജെയിംസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. 2000-ഓളം കഞ്ചാവ് മിഠായികളും 10 കിലോ കഞ്ചാവുമായി 2 UP സ്വദേശികൾ ചേർത്തല അരൂരിൽ പിടിയിലായി. എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് മിഠായികളും കഞ്ചാവും കൊണ്ടുവന്നതെന്ന് സൂചന. സമൂഹത്തിൻ്റെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ചേർത്തല എക്സൈസ് സർക്കിൾ പാർട്ടി ചേർത്തല അരൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചുവെച്ച 2000-ലധികം കഞ്ചാവ് മിഠായികളും 10 കിലോയോളം ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശികളെ പിടികൂടി. ശാന്ത് രവീന്ദ്രദാസ് നഗർ ജില്ലയിൽ ബദോഹി താലൂക്കിൽ സായർ വില്ലേജിൽ രാഹുൽ സരോജ് ബന്ധുവും സുഹൃത്തുമായ സന്തോഷ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TP സജീവ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ PT ഷാജി, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനിലാൽ, സിഇഒമാരായ സാജൻ ജോസഫ്, മോബി വർഗീസ്, മഹേഷ്, ഡ്രൈവർ രജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ടൈം ന്യൂസ് ചേർത്തല. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. ഒരു വട്ടം കൂടിയ മാഞ്ചുവട്ടിൽ എന്ന പേരിലാണ് സൗഹൃദ സംഗമം ഒരുക്കിയത്. 1991 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. സാധാരണ നമ്മൾ ഇങ്ങനൊരു ചടങ്ങ് നടന്നാൽ എല്ലാവരും പറയുന്ന ചില പാട്ടുണ്ട്. ഒരു വട്ടം കൂടി എല്ലാവരും പറയുന്ന പാട്ടാണ്. എന്നോർമകൾ മെയ്യുന്ന പെരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയും. ആ മിക്കവാറും പേര് പാടുന്നത്. പിന്നെ ചിലർ പാടുന്നത് ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ നമ്മൾ, അത് പാടുന്നവരുണ്ട്. അങ്ങനെ ഓരോ പല പാട്ടും പാടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി വേറൊരു നല്ല പാട്ടുണ്ട് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ല, നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സ് വിട്ടിട്ട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്ന കൂടി ദുഃഖിക്കുന്ന സമയത്ത് ചില മുഖങ്ങൾ നമ്മൾ ഓർക്കും. അത് അവർക്ക് തരുന്നൊരു സുഖമുണ്ട്. അപ്പം ഒരു തിരിച്ചുവരവെന്ന് പറയുമ്പോൾ ഇന്നലെ നീയൊരു സുന്ദരരാഗമായി പൊന്നോടക്കുഴലിൽ
വന്നൊളിച്ചിരുന്നു. പറയാണ്ട് പോയ പ്രണയമാണ്. സ്കൂളിലെ മാത്രമല്ല, അത് കഴിഞ്ഞുള്ള അഭ്യാസം. പ്രൈമറി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള അധ്യാപകരെ പങ്കെടുപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരിയുമായ ബിന്ദു വയലാർ സ്വാഗതം ആശംസിച്ചു. ഒരു വട്ടം കൂടിയ മാഞ്ചോട്ടിലേക്കെന്ന് പേരിട്ട സമാഗമം വിദ്യാലയമുറ്റത്തെ മുത്തശ്ശിമാവിനെ ഹാരമണിയിച്ചും പൂക്കളർപ്പിച്ചും ആദരിച്ചു. പ്രശസ്ത പ്രകൃതി സ്നേഹി വിദ്യാധരനെ ആദരിക്കുകയും 1990 എന്ന് പേരിട്ട ഒരു മാവിൻ തൈ നടുകയും ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സജീവമായി പങ്കെടുത്ത കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത ബിന്ദു വയലാർ, ഷാജഹാൻ, മുഹമ്മദ് ഷിയാസ്, ഷാബു, ബിജുമോൻ, മുരുകദാസ്, ബിജു, രാജേഷ്, സജി മണിയപ്പൻ എന്നിവർ സംസാരിച്ചു. സ്കൂളുകളും വേദിയും കമ്പനിയുമായി അലങ്കരിച്ച ദിലീപ് എന്ന പൂർവ്വ വിദ്യാർത്ഥി നാടൻ കലകളുടെ ഉപാസകൻ കൂടിയാണ്. ടൈം ന്യൂസ്, ചേർത്തല. പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുഹമ്മ മേഖലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുഹമ്മ മേഖലാ കമ്മിറ്റിയുടെ വാർഷികവും കുടുംബസംഗമവും വർണ്ണാഭമായി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. നിയമത്തിൻ്റെ അകത്തുനിന്ന് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഹരിദാസ് സാറിനെ പോലെയുള്ളവർ റിട്ടയർ ചെയ്തോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കെല്ലാം സംശയമാണ് തോന്നാറുള്ളത്. എവിടെ നോക്കിയാലും സാറുണ്ട്, എല്ലാ മേഖലയിലും സാറിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. സ്കൂൾ PTA വർഷങ്ങളോളം ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നടത്തിയൊരു പ്രവർത്തനം. അപ്പം ഞങ്ങളൊക്കെ സന്തോഷിച്ചൊരു കാര്യം, ഒരു പോലീസുകാരൻ PTA പ്രസിഡന്റ് ആയത് കൊണ്ടാണ് ഇത്രയധികം വികസനം ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അതിനു മുമ്പ് ഒരുപാട് PTA പ്രസിഡന്റുമാരുണ്ട്, ഇപ്പോഴും PTA പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ സ്കൂളിലുണ്ടായ ഒരു മാറ്റം, അധ്യാപകരോട് ഇടപെട്ടത്, അങ്ങനെ ഓരോ പ്രശ്നങ്ങളും എത്ര ശ്രദ്ധേയമായിട്ടാണ് അവിടെ കൈകാര്യം ചെയ്തെന്നുള്ളത് ഓർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പോലീസിൻ്റെ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മദ്യവും മയക്കുമരുന്നും പോലുള്ള വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങണമെന്ന് ഗീതാ കാർത്തികേയൻ പറഞ്ഞു. പോലീസ് നിർജീവമായാൽ നാട്ടിൽ അക്രമവാസന പെരുകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഐവാൻ രത്തിനം പറഞ്ഞു. മദ്യവും മയക്കുമരുന്നുമെല്ലാം സമൂഹത്തെ ദുഷിപ്പിക്കുന്ന സാഹചര്യമായതിനാൽ മാതാപിതാക്കൾ മക്കളുടെ മേൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഐവാൻ രത്തിനം ഓർമ്മപ്പെടുത്തി. യൂണിറ്റ് പ്രസിഡന്റ് TA ആന്റണി അധ്യക്ഷനായി. മുതിർന്ന അംഗങ്ങളായ SG തോമസ്, സദാശിവൻ നായർ, TA ആന്റണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം രജനി രവിപാലൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി G ഹരിദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PP രാജ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം AO ജോയ്, മുഹമ്മ യൂണിറ്റ് സെക്രട്ടറി PS സതീശൻ, ജോയിന്റ് സെക്രട്ടറി G അനിൽകുമാർ, ട്രഷറർ P ബോസ്, കുമാരപുരം ക്ഷേത്രം സെക്രട്ടറി അശോകൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. മുഹമ്മ പഞ്ചായത്ത് ADSന്റെ നേതൃത്വത്തിൽ എന്നിടം പരിപാടി സംഘടിപ്പിച്ചു. റിട്ടയർഡ് പ്രഥമാധ്യാപിക ജയലക്ഷ്മി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുഹമ്മ പഞ്ചായത്ത് ADSന്റെ നേതൃത്വത്തിൽ എന്നിടം പദ്ധതി നടന്നു. റിട്ടയർഡ് പ്രഥമാധ്യാപിക ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ഗവൺമെൻറ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ADS ചെയർപേഴ്സൺ ഷമീന അധ്യക്ഷയായി. സെക്രട്ടറി നീതു, മുഹമ്മ പഞ്ചായത്ത് അംഗം B വിഷ്ണു, അധ്യാപിക BP ഗിരിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത, ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ പൊതുദർശനം, ഖബറടക്കം 11-ന്. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം, 3-അംഗ ഗുണ്ടാസംഘം പിടിയിൽ. ഗുണ്ടകൾക്കെതിരെയുള്ള നടപടി കർശനമാക്കി പോലീസ്. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സർക്കാരുകൾ മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന് ശ്രീധരൻപിള്ള. 2000-ഓളം കഞ്ചാവ് മിഠായികളും 10 കിലോ കഞ്ചാവുമായി 2 UP സ്വദേശികൾ ചേർത്തലയിൽ എക്സൈസിന്റെ പിടിയിൽ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘം എത്തിയതെന്ന സൂചന. സമൂഹത്തിന്റെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.